നമസ്കാരം. ലളിതാ സഹസ്രനാമം ചർച്ചയിലേക്ക് സ്വാഗതം. 902 നാമം വിജ്ഞാന കലന ആണ് നമുക്ക് ചർച്ച ചെയ്യാം. വിജ്ഞാനത്തെ കലനം ചെയ്യുന്നവണ്, വിജ്ഞാനത്തെ വിതരണം ചെയ്യുന്നവണ്. വിതരണം ചെയ്യപ്പെടുന്ന ജ്ഞാനാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. വിശേഷണയുള്ള ജ്ഞാനം, അതിനെ വിതരണം ചെയ്യാം. ജ്ഞാനം എന്ന് പറഞ്ഞ അറിവ്, സാധാരണയുള്ള അറിവിനെ ജ്ഞാനം എന്നാ പറയാം. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ 14 വിദ്യകളാണ്. ആ അറിവിനെയാണ് വിജ്ഞാനം എന്ന് പറയുക. നല്ല ജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞാൽ അറിവുണ്ട് എന്നാണ്. വിജ്ഞാനമുള്ള ആള് എന്ന് പറഞ്ഞാൽ 14 വിദ്യകളെ കുറിച്ച് അറിവുള്ള ആളെന്നാ പറയാം. 4 വേദങ്ങളും 6 വേദാംഗങ്ങളും, പൂർവമീമാംസ, ഉത്തരമീമാംസ, പിന്നെ ധർമ്മശാസ്ത്രങ്ങളും പുരാണം, ഇങ്ങനെ 14 വിദ്യകൾ അറിയുന്ന ആളാണ് വിജ്ഞാനമുള്ള ആളെന്നാ പറയാം. 4 വേദങ്ങള്, 6 വേദാംഗങ്ങള്, പൂർവമീമാംസ, ഉത്തരമീമാംസ. കർമ്മം ജ്ഞാനം അതാണ്. മീമാംസ എന്ന് പറഞ്ഞാൽ കർമ്മം, ഉത്തരമീമാംസ എന്ന് പറഞ്ഞാൽ ജ്ഞാനം. രണ്ടിനെ കുറിച്ചും പറയുന്നത്. കർമ്മത്തിൽ കൂടിയുള്ള ഈശ്വര ദർശനം അല്ലെങ്കിൽ മോക്ഷം ആണ് പൂർവമീമാംസയിൽ പറയുന്നത്. നമ്മൾ പൂജ, അതുപോലെയുള്ള ഹോമം, യാഗം, യജ്ഞം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഉത്തരമീമാംസ അറിവിൽ കൂടി, ജ്ഞാനത്തിൽ കൂടിയുള്ള സാക്ഷാത്കാരത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. പിന്നെ പുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളും, ഇതെല്ലാം ചേരുന്നതാണ് 14 വിദ്യകള്. ഈ 14 വിദ്യകളിൽ അറിവുള്ള ആളാണ് വിജ്ഞാനമുള്ള ആള്. 4 വേദങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. ഋഗ്, യജുസ്, സാമം, അഥർവം, ഇങ്ങനെ 4 വേദങ്ങള്. പിന്നെ ശിക്ഷ, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം, കൽപ്പം, ഇങ്ങനെ 6 വേദാംഗങ്ങൾ. അതൊക്കെ അറിയാം നിങ്ങൾക്ക്. എന്നെക്കാളും നന്നായിട്ട് അറിവുള്ള ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയുള്ള ആള് വിജ്ഞാനിയാണ്. ഇങ്ങനെയുള്ള വിജ്ഞാനത്തെ വിതരണം ചെയ്യുന്നവളാണ് ദേവി. ശരിക്കുള്ള അറിവ് ഇതിൽ നിന്നൊക്കെ കിട്ടുക. ഈ അറിവ് നമ്മൾ പറയണത് ഇപ്പൊ ഫിസിക്സ് പഠിച്ച് ജോലി, അല്ലെങ്കിൽ കെമിസ്ട്രി പഠിച്ചു, അല്ലെങ്കിൽ IT പഠിച്ചു, IT അല്ല സോറി എഞ്ചിനീയറിംഗ് പഠിച്ചു, അങ്ങനെയൊക്കെ പഠിച്ചു IT ജോലി, നല്ല ജോലി, നല്ല ശമ്പളം കിട്ടുന്ന ജോലിയിലായി കഴിഞ്ഞാൽ അറിവുള്ള ആളായി. അതാണ് നമ്മുടെ അറിവിന്റെ ആധാരം. എപ്പോഴും പറയണതാണ് ജോലി കിട്ടാനുള്ള അറിവ്. എന്ത് പഠിച്ചാലാണ് നല്ല വരുമാനമുള്ള ജോലി കിട്ടുക? തിരുമേനി മകനെ ഏത് പഠിപ്പിക്കണം? എന്തിനാ? വരുമാനമുള്ള അവന് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം, അത്യാവശ്യം നല്ല ജീവിതം ജീവിക്കാൻ പറ്റണം. അതിന് എന്ത് പഠിപ്പിച്ചാലാണ് നന്നാവുക? അത് ജാതകം നോക്കി പറഞ്ഞു തരൂന്നാ പറയാം. അപ്പോ എല്ലാവർക്കും അറിയേണ്ടത് ജോലി കിട്ടുക, നല്ല ജോലി കിട്ടുക, വരുമാനം ഉണ്ടാവുക. അതാണ് വിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് വിദ്യയും വരുമാനവും തമ്മിലുള്ള ആ ഒരു അഭേദമായ ബന്ധമുണ്ട്, അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പൊ അത് പരസ്പരം പൂരകങ്ങളാണ്. അല്ലാണ്ട് നമ്മൾ പറയണ പോലെ ഈ പുരാണം, ധർമ്മശാസ്ത്രം, വേദങ്ങള്, വേദാംഗങ്ങളൊക്കെ പഠിച്ചിട്ട് എന്ത് കിട്ടാനാ? ഇപ്പൊ അതിൽ ജ്യോതിഷം പഠിച്ചാൽ അതിന് എന്ത് കാര്യമായിട്ടുള്ള വരുമാനം ഒന്നുമില്ല. ജ്യോതിഷങ്ങളൊക്കെ ആൾക്കാർക്ക് ഇപ്പൊ പുച്ഛ പ്രയാസമൊക്കെയാണ്. അപ്പൊ അത് ആകെ പഠിച്ചെന്നാൽ കാശ് ഉണ്ടാക്കാൻ പറ്റിയ അത് മാത്രമേ ഉള്ളൂ വേദാംഗങ്ങളുടെ. ബാക്കിയൊന്നും കാശ് കിട്ടുന്ന കാര്യങ്ങളല്ല. പിന്നെ ഇതൊക്കെ പഠിച്ചിട്ട് എന്താവാനാണ്? ഇങ്ങനെയുള്ള വിദ്യകളൊക്കെ നേടിയിട്ട് എന്താവാനാണ്? ഇങ്ങനെയുള്ള വിദ്യകളൊക്കെ നേടാം എപ്പോഴേ അത്യാവശ്യം കാശൊക്കെ ഉണ്ടാക്കി ഒന്ന് സെറ്റിൽ ചെയ്ത് റിട്ടയർമെന്റ് ലൈഫൊക്കെ ആഘോഷിക്കുമ്പോൾ ഇനി എന്താ ചെയ്യണ്ടേ എന്ന് ആലോചിക്കുമ്പോൾ കുറച്ച് ആത്മീയ മാർഗങ്ങളൊക്കെ ആവാം. അപ്പോഴാണ് ആത്മീയതയ്ക്ക് ഒരു അർത്ഥം ഉണ്ടാവുന്നത്. ഇനി വേറൊന്നും ചെയ്യാനില്ല, മറ്റു പണികളൊന്നും ഇല്ല, അപ്പോ ആത്മീയത. അതാണ് പൊതുവേ നമ്മളുടെ ഒരു സമവാക്യം. അതാണ് പഠിക്കുന്നവര് പഠിക്കട്ടെ, നിങ്ങൾ പഠിച്ചോളൂ, നിങ്ങൾക്ക് വേറുള്ള വഴിപാടുകളും പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് അച്ഛനമ്മമാർ പറയാം. അമ്പലത്തിൽ പോകുന്നു വേണ്ട, അമ്പലത്തിലൊക്കെ ഞങ്ങൾ പൊക്കോളാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സ്വയം പോയി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാധാന്യം അതിലില്ല. എന്തെങ്കിലും വിദ്യാമന്ത്ര പുഷ്പാഞ്ജലിയോ മൂകാംബികയിലോ അവിടെ വേണമെങ്കിൽ സ്പെഷ്യൽ ഒരു ടൂറായിട്ട് സ്ഥലത്ത് പോയി ദർശനം നടത്തി പോരാം. കൊല്ലൂര് പോവാം, അങ്ങനെ എവിടെയെങ്കിലും കുട്ടികളെ കൂട്ടി പോവാം. അപ്പൊ ഒരു യാത്രയായി, പിന്നെ ഭക്തിയായി. ദൂരദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ്. കാരണം ഒരു യാത്രയും കൂടി കിട്ടും ഏറ്റവും കൂടെ, എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ കുടജാതിരൊക്കെ ഒന്ന് കയറാം, ഒരു ഹൈക്കിങ്, ഒരു ട്രക്കിംഗ് ഒക്കെ ആയി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെയാണ് നമുക്ക് ഭക്തിയൊക്കെ വരുന്നത്. അല്ലാണ്ട് കുട്ടികൾക്ക്
നാമം ജപിക്കുക, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം വായിക്കുക, പുരാണങ്ങളെ കുറിച്ച് അറിയുക, വേദങ്ങളെ കുറിച്ച് അറിയാൻ താമസിച്ചില്ല. അതൊക്കെ എല്ലാ കർമ്മവും അവസാനിച്ച് വാനപ്രസ്ഥം എന്ന് പറയാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരറിവില്ലാണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വല്ല അമ്പല കമ്മിറ്റിയിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ അവിടെ ഒത്തിരി ബഹളമൊക്കെ ഉണ്ടാക്കാം. എനിക്കറിയാവുന്ന ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരോട് തർക്കിക്കാം. അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ ജ്യോതിഷരത്നം അതുപോലുള്ള മാസികളൊക്കെ എപ്പോഴോ എവിടെയോ വായിച്ചതിനുള്ള അറിവ് വെച്ചിട്ട് അങ്ങനെ ഇവിടെ വാദം തർക്കായി. അല്ലെങ്കിൽ ഏതെങ്കിലും സീരിയൽ ശിവായ അല്ലെങ്കിൽ ഏതെങ്കിലും സീരിയൽ കണ്ടിട്ട് ആ സീരിയലിൽ നിന്നുള്ള അറിവ് വെച്ചിട്ട് ബാധിക്കാൻ നോക്കുക. അത്രയ്ക്കൊക്കെ ഭക്തി വിശ്വാസത്തിനുള്ള പ്രാധാന്യമാണ്. 14 വിദ്യകളൊന്നും നമ്മളെ സംബന്ധിച്ച് വലിയ ബാധകമല്ല, അതിന് ആവശ്യമില്ല. 14 വിദ്യകൾ പഠിച്ചുകൊണ്ട് ഒരു വീടല്ല ഒരു ചെറിയ സ്ഥലം പോലും ആകാൻ പറ്റില്ല. എന്നതിനായ വിദ്യകള്. അപ്പൊ അതുകൊണ്ട് വലിയ കാര്യമില്ല എന്നാണ്. പക്ഷെ വിജ്ഞാന കലന, ശരിക്കുള്ള അറിവ് പറയണത് നമുക്ക് നമ്മുടെ പ്രപഞ്ചത്തെ കുറിച്ച്, നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച്, നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ച്, ബയോളജി അല്ല ഉദ്ദേശിക്കുന്നത്, നമുക്ക് അകത്തുള്ള ആത്മാവിനെ കുറിച്ചൊക്കെയുള്ള ധാരണയും പഠനവുമാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. ആ വിജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവളാണ് പ്രകൃതീശ്വരി, അല്ലെങ്കിൽ പരമേശ്വരി, അല്ലെങ്കിൽ മഹാമായ. ഈ മഹാമായാണ് നിങ്ങളെ കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നത്. കുറച്ചൊക്കെ അതിന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുക. കല്യ, എല്ലാ കലകളിലും ഉള്ളവള്. ചതുഷ്ഷഷ്ടി കലാമയി എന്നൊരു നാമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവര് 64 കലകളും എന്ന് പറഞ്ഞു. 64 കലകളെ ഉള്ളൂ എന്നും പറയണം. പിന്നെ ആദ്യ ഒരു കലകളിൽ നൈപുണ്യമുള്ളതെന്ന് പറയേണ്ട കാര്യമില്ല, ഉണ്ട്. കാരണം കല എന്നുള്ള വാക്കിന്, കല്യ എന്നുള്ള വാക്കിന്, അല്ലെങ്കിൽ കല എന്നുള്ള വാക്കിന് സൃഷ്ടി, പ്രഭാതം, ഭേദ, രോഗമില്ലാത്ത അവസ്ഥ, വൈദഗ്ധ്യം എന്നൊക്കെ അർത്ഥമുണ്ട്. സൃഷ്ടി, ഇപ്പൊ കല്യ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നവൾ, എല്ലാത്തിനെയും ഉത്ഭവിപ്പിക്കുന്നവൾ. ഇപ്പൊ കല ശരിക്കും സൃഷ്ടാവിന്റെ വേദനയും സൃഷ്ടാവിന്റെ ആ ഒരു ആത്മസംഘർഷമൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ് കലാകാരന്മാർ. നല്ല സർഗശേഷിയുള്ള കലാകാരന്മാരെന്നൊക്കെ പറഞ്ഞാല്, നമ്മള് സർഗാത്മകത്വമുള്ള കലാകാരന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അയാൾ ശരിക്ക് ആ സൃഷ്ടാവിന്റെ വേദന അനുഭവിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ അങ്ങോട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല കലയെ. ശരിക്കും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം പ്രസന്റ് ചെയ്യാൻ. നമ്മുടെ സൃഷ്ടി എന്നുള്ള വാക്കിന് ഈ കല്യ എന്നുള്ള വാക്കുമായിട്ട് വളരെ അഭേദമായ അഭേദ്യമായ ബന്ധമുണ്ട്, സംശയമില്ല. ഇത് വേണ്ട പോലെ കലകളെ വിഭാഗം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആത്മസംഘർഷമൊന്നും ഉണ്ടാവില്ല. ആത്മസംഘർഷം ഇല്ലെങ്കിൽ രോഗമില്ലാത്ത അവസ്ഥയാവും. കല്യാണം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥ അർത്ഥമുണ്ട്. ആത്മസംഘർഷങ്ങളാണ് രോഗങ്ങളെ പ്രദാനം ചെയ്യുന്നത്. ആത്മസംഘർഷം ഇല്ലെങ്കിൽ രോഗങ്ങളില്ല. ഉദയം അല്ലെങ്കിൽ പ്രഭാതം എന്നൊരു അർത്ഥം ഉണ്ടായിരുന്നു. ഉത്തേജനം നൽകുന്നത്, നമ്മുടെ നിദ്രയിൽ നിന്നും ഉണർവിലേക്ക് എത്തിക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്നവരെ ഇപ്പോ നമ്മൾ തെരുവ് നാടകങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾക്കില്ലാത്ത അറിവിനെ കലകളിലാണ് കൂടുതൽ, കലകളിലൂടെയാണ് നമ്മളെ കൊണ്ട് അറിയാൻ ശ്രമിക്കുക. കലകളാണ് നമുക്ക് അതിനുള്ള പുതിയ പുതിയ അറിവിനെ പ്രദാനം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം കലകളിൽ കൂടിയാണ്. ഇപ്പൊ കലിയ എന്നുള്ള വാക്കെടുക്കുമ്പോൾ ഈ അർത്ഥങ്ങളൊക്കെ അതിൽ വേണമെങ്കിൽ പ്രയോഗിക്കാം. വിദഗ്ധ, നല്ല വൈദഗ്ധ്യമുണ്ട് എല്ലാ കാര്യത്തിലും. അപ്പൊ എന്നാ നമുക്ക് ഒന്നുപോലെ അല്ലാതെ സൃഷ്ടിക്കാൻ സാധിക്കുക. ഒക്കെ ഇപ്പൊ ഞാനൊക്കെ പടം വരച്ച അങ്ങനെയാവും. ഒരു പടം വരച്ച അതുപോലെ തന്നെ അടുത്ത പടം വരയ്ക്കാൻ പറ്റില്ല. അത് വലിയ കഴിവാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ സൃഷ്ടി, പ്രകൃതിയുടെ സൃഷ്ടി എപ്പോഴും വളരെ വലിയ, വളരെ മഹത്തരമായ സൃഷ്ടികളാണ്. ഒരു സൃഷ്ടിക്ക് മറ്റൊരു സൃഷ്ടിയായിട്ട് യാതൊരു സാമ്യം ഉണ്ടാവില്ല. അങ്ങനെ എത്രയോ കോടി സൃഷ്ടികൾ, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ പദാർത്ഥങ്ങളും കണക്കാക്കിയാൽ എത്രയോ കോടിയാണ്. ഇതൊന്നിൽ നിന്നും ഒന്ന് വ്യത്യസ്തമായിട്ട് ഇത്രയും ഉണ്ടാക്കണം. ഒന്നും തമ്മില് യാതൊരു
സ- ചെറിയ സാമീപ്യങ്ങളുണ്ട്, പക്ഷെ ഒന്നും ഒന്നും വ്യത്യസ്തങ്ങളായിരിക്കും, എല്ലാം വ്യത്യസ്തങ്ങളാണ്. എല്ലാത്തിനും സെപ്പറേറ്റ് ഐഡന്റിറ്റീസ് ഉണ്ട്. ആ ഐഡന്റിറ്റി അറിയാൻ പാകത്തിന് വ്യത്യാസങ്ങൾ അതിലുണ്ടാവണം. ഇപ്പൊ ഒരു വലിയ കന്നുകാലി കൂട്ടത്തെ കണ്ടാൽ നമുക്ക് വലിയ വ്യത്യാസമൊന്നും അറിയില്ല, പക്ഷെ അതിന്റെയൊക്കെ ഉടമസ്ഥന്മാർക്ക് ഓരോന്നിനും തിരിച്ചറിയാനൊക്കെ പേരുണ്ടാവും, അതൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. അത് അതുമായിട്ട് ബന്ധപ്പെടുന്നവർക്കാണ് ആ വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തതുള്ളൂ. എല്ലാത്തിനും വ്യത്യാസം ഉണ്ടാവും. നമുക്ക് കാണുമ്പോൾ കുറെ കന്നുകാലികൾ ഒരുമിച്ചിങ്ങനെ പോകണം, അല്ലെങ്കിൽ കുറെ ആൾക്കാർ, കുറെ പക്ഷികൾ, കുറെ അങ്ങനെയുള്ള എല്ലാം. പക്ഷെ ഓരോന്നിനും അതിൻ്റെതായ സവിശേഷതകൾ ഉണ്ടാവും. ഇരട്ടയാണെന്ന് പറഞ്ഞാൽ പോലും രണ്ടും രണ്ടായിരിക്കും, വ്യത്യസ്തത ഉണ്ടാവും. രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടാവും. ഒന്നും ഒന്നിനോട് അത് സാദൃശ്യമില്ലാതെ സൃഷ്ടിക്കാൻ സാധിക്കാന്ന് പറയുന്ന വലിയ വൈദഗ്ധ്യമാണ്. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞേക്കുന്ന എല്ലാ ജീവജാലങ്ങളും ഉണ്ടാവുക. ഇതിനൊരു നിയമം ഉണ്ടാവുക, ചലനത്തിന് നിയമം ഉണ്ടാവുക. ഒന്നൊന്നിന്റെ പാതയെ ഭേദിക്കാതിരിക്കുക. ഇത്രയധികം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നിന്റെ ഭ്രമണപഥത്തെ മറ്റൊന്ന് ഭേദിക്കരുത്, ഭേദിച്ചിരുന്നു. ഇപ്പൊ സൂര്യന് ചുറ്റും ഗോളങ്ങൾ പ്രദക്ഷിണം ചെയ്യേണ്ട, സൂര്യൻ സ്വയം സഞ്ചരിക്കണ്ടേ മറ്റൊന്നിന്റെ പ്രദക്ഷിണമായിട്ട്. ആ സൂര്യനടക്കുന്ന ആ പാലാഴി, മിൽക്കി വേ, പാൽക്കടല്, അങ്ങനെ തന്നെ വേറെ അതും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എല്ലാത്തിലും ഇങ്ങനെ സഞ്ചാരം, ഇങ്ങനെ ചലനങ്ങളാണ്. ഇത് നമുക്ക് സങ്കല്പിക്കാവുന്നതിനേക്കാൾ വേഗതയേറിയ ചലനങ്ങളാണ് ഇതൊക്കെ. ആ സ്പീഡ് നമുക്ക് പറയാൻ പറ്റില്ല, മാക്സിമം സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അത്ര സ്പീഡിലാണ് ഇതൊക്കെ സഞ്ചാരങ്ങളൊക്കെ നടക്കുന്നത്. എന്നാൽ ഒന്നൊന്നിന്റെ മതത്തെ ഭേദിക്കണില്ല. ഭയങ്കര അത്ഭുതം. ഒന്ന് ആലോചിച്ച് നോക്കും. ആലോചിക്കാൻ, അതിനൊക്കെ സങ്കല്പിക്കാൻ പറ്റുമെങ്കിൽ ആലോചിച്ച് നോക്കും. ഇപ്പൊ ഭയങ്കര വൈദഗ്ധ്യമാണ് പ്രകൃതിക്ക്, പ്രകൃതീശ്വരിക്ക്. ഇതിനെല്ലാം അതിൻ്റെതായ നിയമത്തോടു കൂടി നിലനിർത്താനും അത്രയുമധികം സംഭവങ്ങള് ഉണ്ടാവാനും അതിനൊക്കെ നിലനിർത്താനും സാധിക്കുക. ഒരു നിയമത്തിന് വിധേയമായി ഇതൊക്കെ ചലിക്കുക. ഇപ്പൊ നമ്മൾക്കാണ് നിയമലംഘനങ്ങൾ, ഇതൊന്നും ആ നിയമത്തിൽ നിന്നും ഇവിടെ വ്യതിചലിക്കില്ല. വ്യതിചലിച്ചാൽ നാശമാണ്. ഇപ്പൊ കറക്റ്റ് ആ നിയമത്തിനനുസരിച്ച് അത് ചലിച്ചുകൊണ്ടിരിക്കണം. പരസ്പര ആകർഷണമാണെങ്കിലും വേഗതയാണെങ്കിലും ചലനാണെങ്കിലും എല്ലാം ആ നിയമത്തിന് വിധേയമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ അത്രയും വൈദഗ്ധ്യത്തോടു കൂടി പ്രകൃതിയെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ പ്രകൃതി എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. അതിനെ സൃഷ്ടിച്ച ഒരാളെ വിദഗ്ധ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇത്രയും വൈദഗ്ധ്യമുള്ള ഒരു സൃഷ്ടി വേറെ ഉണ്ടാവില്ല, വേറെ ആർക്കും പറ്റൂല. നമുക്കൊന്നും ആർട്ടിഫിഷ്യൽ ആയിട്ട് നടക്കുന്ന കാര്യമല്ല. ഉള്ളതൊക്കെ നശിപ്പിക്കാനും ഉള്ളതൊക്കെ കൂട്ടിച്ചേർക്കാനും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കാനൊക്കെ അല്ലാതെ നമുക്ക് വേറൊന്നും പറ്റില്ല. ഇതുപോലെയുള്ള മഹത്തരമായ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അതാണ് നമ്മുടെ അവസ്ഥ. എന്തായാലും ശരി, നമുക്ക് ചർച്ച തുടരാം. നമസ്കാരം.